കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. എബ്രായ ലേഖനം 10-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്കായി നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ഇന്നലെ പ്രഭാതത്തിൽ ശരണത്തിനായി യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വരിക എന്നുള്ള സന്ദേശം നമുക്ക് കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ മന്ദിരത്തിലേക്ക് നമുക്ക് അടുത്തു ചെല്ലുവാൻ എപ്രകാരം സാധിക്കും. ഇവിടെ 22-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമ്മളിങ്ങനെ വായിക്കുന്നു: വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്തു ചെല്ലുക. ഏതൊരു വ്യക്തിക്കും ദൈവത്തിൻ്റെ അടുത്തേക്ക് അടുത്തു ചെല്ലുവാൻ ഉള്ള പ്രവൃത്തിയാണ് കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ നിർവഹിച്ചത്. 10-ാം അധ്യായം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ യാഗമരണത്തെക്കുറിച്ച് വളരെ സവിസ്തരമായി സംസാരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് 19 മുതലുള്ള വാക്യങ്ങളിൽ ഈ ലേഖനം സംസാരിക്കുന്നത്. യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. യെരുശലേം ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകത, ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലം തിരശ്ശീല കൊണ്ട് മറച്ചിരിക്കുകയായിരുന്നു. മഹാപുരോഹിതന് മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ. എപ്പോഴും തിരശ്ശീലയ്ക്ക് പുറത്തായിരുന്നു ആളുകൾ നിന്നിരുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം ശരിയായിട്ട് അവർക്ക് അനുഭവിക്കാൻ സാധിച്ചില്ല. സക്രിയാവ് എന്ന പുരോഹിതനെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. സക്രിയാവിനെ ജനം കാണാതെ വന്നു. പക്ഷേ സക്രിയാവ് അതേസമയം തന്നെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ അനുഭവിക്കുകയായിരുന്നു. ഇതനുഭവിക്കുവാൻ സാധാരണ ആളുകൾക്ക് കഴിയത്തില്ലായിരുന്നു. പക്ഷേ യേശു എന്താണ് ചെയ്തത്? ആ തിരശ്ശീല കർത്താവ് യേശുക്രിസ്തുവിന് നിഴലാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ആ തിരശ്ശീല നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടു. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ തട്ട് അടിയോളം ചിന്തിപ്പോയി നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അത് യാഥാർത്ഥ്യമായിട്ടും ദൈവത്തിൻ്റെ മന്ദിരത്തിലേക്ക് ഏതൊരു വ്യക്തിക്കും ധൈര്യത്തോടെ കടന്നു ചെല്ലാനുള്ള ആ അവകാശം തുറന്നു കൊടുക്കുന്നതിനെ വിളംബരം ചെയ്യുന്നതായിരുന്നു ആ തിരശ്ശീലയുടെ ചീന്തൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് തനിക്ക് വേണ്ടിയാണ് യേശു മരിച്ചു എന്നുള്ള ആ ഒരു വസ്തുത മനസ്സിലാക്കി ആ രക്തത്താൽ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം അതുവഴി അവന് സാധ്യമാവുകയാണ്. എന്ന് മാത്രമല്ല, 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട്. നമുക്ക് ഒരു മഹാപുരോഹിതനേ ഉള്ളൂ, അത് കർത്താവ് യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്താൽ യേശുവാണ് എൻ്റെ മഹാപുരോഹിതൻ, അവൻ്റെ രക്തത്താൽ എനിക്ക് ഈ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇപ്പോൾ പ്രവേശനം ലഭിച്ചിരിക്കുന്നു എന്നുള്ള ധൈര്യം പ്രാപിച്ച ഏതൊരു വ്യക്തിയും അത് വിശ്വസിക്കുമ്പോൾ തൻ്റെ ഹൃദയങ്ങളിൽ നിന്നുള്ള ആ ദുർമനസാക്ഷി നീങ്ങി ഹൃദയങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള തളിപ്പ് അനുഭവിച്ചു. അതുപോലെ ദൈവവചനത്തിൻ്റെ ആ കേൾവിയാൽ വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ആ ഉറപ്പോടുകൂടെ പരമാർത്ഥ ഹൃദയത്തോടെ നാം വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെന്നാൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ആരാധിക്കുന്നവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന സന്തോഷം, സമാധാനം, സ്വസ്ഥത അത് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദിവസം യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ചെയ്തതായ ക്രൂശിലെ ആ പ്രവൃത്തിയെ നിങ്ങൾ വിശ്വസിക്കുകയും അതെനിക്ക് വേണ്ടി ആയിരുന്നു എന്ന് പൂർണ്ണമായി മനസ്സിലാക്കി അവൻ്റെ അടുക്കലേക്ക് പരമാർത്ഥ ഹൃദയത്തോടെ കടന്നുചെന്ന് നമുക്ക് യേശുവിനെ ആരാധിക്കാം. അവൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചതായ ആ പങ്കപ്പാടുകൾക്കായി നന്ദി പറയുന്നു. അങ്ങയുടെ ശരീരം ഞങ്ങൾക്ക് വേണ്ടി തകർത്ത നിമിത്തം ദേവാലയത്തിലേക്കുള്ള പ്രവേശനം, ദൈവത്തിലേക്കുള്ള ആക്സസ് ഞങ്ങൾക്ക് ലഭിച്ചതിനായി നന്ദി പറയുന്നു. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരം ഒരു പ്രാഗൽഭ്യത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ ആ വചന കേൾവിയാൽ അവരുടെ ഹൃദയത്തെ അങ്ങ് സ്പർശിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.